തിരിച്ചു വരുമ്പോൾ സാധാരണ മുമ്പ് തിരിച്ചു വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംയുക്ത പങ്കാളിത്തത്തോടെ നാടിന്റെ സർവതല സ്പർശിയായി സമഗ്രതയോടെ അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഗൺ. സമൂഹത്തിൽ ലഹരിവിരുദ്ധ സന്ദേശം കൂടുതൽ ശക്തമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് സമൂഹത്തിന്റെ വിവിധ മേഖലകളെ ഒരുമിപ്പിച്ച് ലഹരിക്കെതിരായ ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ തൂഫാൻ വാരിയേഴ്സ് ആയി ഉൾപ്പെടുത്തുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. You have 60% of battery backup left. ഒരു തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തിലുടനീളമുള്ള ഓട്ടോ സുഹൃത്തുക്കളെ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പിന്റെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നിങ്ങളെ കൂടെ ഒത്തുചേർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ലഭിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിന്റെ തുടക്കം എന്ന രീതിയിൽ ഇന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഈ ഒരു ചടങ്ങ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞാൻ സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, എല്ലാവർക്കും തിരക്കുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട സമയം ജോലി ഉൾപ്പെടെയുള്ള ഉപേക്ഷിച്ചാണ് ഈ ഒരു വലിയ
സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹത്തായ പദ്ധതി, ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരുടെ അദ്ദേഹം ഈ വാക്ക് പറയുമ്പോൾ അന്ന് ഒരിക്കലും ആ ഒന്നൊന്നര മാസത്തിനിപ്പുറം ഓരോ സാധാരണ മലയാളിയുടെയും വായിൽ ഈ ഒരു വാക്ക് ഇത്രയും സുപരിചിതമാവുകയും ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആശയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപക്ഷെ അന്ന് നമുക്ക് പലരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത് വലിയൊരു മാജിക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആശയം കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഈ മഹത്തായ പദ്ധതിയുടെ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം അല്ലെങ്കിൽ നിർവഹിച്ച് അതിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആദരണീയ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ തുടങ്ങിയ കേരള പോലീസിന്റെ ശക്തമായ നേതൃത്വം, അതുപോലെ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഏത് സമയത്തും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പോലീസ് നേതാവ് ശ്രീ ഗണപത ചന്ദ്രശേഖർ IPS അവരുടെ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് സമൂഹത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഒറ്റ വാർത്ത സ്വാഗതം ചെയ്തുകൊണ്ട് കടമ പൂർത്തീകരിക്കുകയാണ്. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസുമായ ശ്രീ റവാഡ മാസ്റ്റർ ചന്ദ്രശേഖർ IPS അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ, ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ കൃഷ്ണ, DCP ശ്രീ ഷഹാൻ ഷാ, DCP പ്രിൻസിപ്പൽ ശ്രീ ജയശങ്കർ, DCP ശ്രീ ദീപക്, സഹപ്രവർത്തകരെ, ഇന്നിവിടെ ഈ മൈകാലത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഓട്ടോ സഹോദരന്മാരെ, മീഡിയ റിപ്രസെന്റേറ്റീവ്സ്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മളിവിടെ എത്തിച്ചേർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചത് ഈ ഓപ്പറേഷൻ തൂഫാനിലെ ഭാഗമായി. ഇതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹം മുഴുവൻ കൂടെ നമ്മുടെ ഇന്നും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിപത്താണ് ഡ്രഗ് അബ്യൂസ് ആണ്. അതിന് ആ കാര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയും മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, പോലീസ് കൊണ്ടിട്ട് മാത്രമാണ് നമ്മുടെ ഡ്രഗ്സിൻ്റെ ഇത് നിർമൂലനം ചെയ്യാനാവില്ല. അത് ഞങ്ങൾ നല്ലപോലെ അറിയാം. പക്ഷേ ഈ 50 ദിവസങ്ങളിലെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നമുക്ക് മോർ ദാൻ 7 kilos ഓഫ് MDMA പിടിച്ചിട്ടുണ്ട്, 600 കിലോസിന്റെ ഗാഞ്ച പിടിച്ചിട്ടുണ്ട്, 7000 കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു, 8000 പോലുള്ള ആളുകളിന് എതിരായിട്ട് നടപടി നമുക്കുണ്ടായിരുന്ന ജനങ്ങളുടെ പങ്കാളിത്തം, ജനങ്ങളുടെ സഹകരണം മാത്രമാണ് കേരള പോലീസിന് സാധിക്കുന്നത്. അതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ സഹോദരന്മാരുടെ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയതൊന്നും 7 ലക്ഷം മുകളിലുള്ള ഓട്ടോറിക്ഷാസ് നമ്മുടെ നാട്ടിലെ എല്ലാ മുക്കുമുള്ള നടക്കുന്നതാണ്. അതിൽ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം 35,000-40,000 ഓട്ടോറിക്ഷാസ് ഉണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 15,000-20,000 ഓട്ടോസ് ഉണ്ട്. എന്നാൽ കേരള പോലീസ് മുഴുവൻ കൊടുക്കുന്നത് ലെസ് ദാൻ 60,000 പോലീസുകാരാണ്. പക്ഷേ നമുക്ക് നാട്ടിലെ ഇവിടെ ഈ യൂണിഫോം വെട്ടിട്ട് കറങ്ങി നടക്കുന്ന 7 ലക്ഷം ഓട്ടോ ഡ്രൈവർമാരും അവരാണ് ഞങ്ങളുടെ വേണ്ടിയുള്ള കണ്ണും കാതുകളെ. ഇതിന്റെ എത്രയും ഒരു വൻ ശക്തി നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദൗത്യമാണ്. സാറിന്റെ നേതൃത്വത്തിലെ ഈ നടക്കുന്ന പ്രോഗ്രാമിന് വളരെയധികം വൻ വിജയം സാധിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും. My request to each one of you is that
നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുന്ന ആളുകളാണ്, ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളാണ്. അറ്റ് സെയിം ടൈം ഇതേ സേവനത്തോട് ഒരു ചെറിയതായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള ജാഗ്രത, നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു അന്വേഷണ ഭാഗമായിട്ട് നോക്കുവാണെങ്കിൽ യു ക്യാൻ ബി എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് നാട്ടിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളും മെയിനായിട്ട് ഈ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളെ തടയാൻ വേണ്ടിയും പിടിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ഏറ്റവും അധികം പങ്കാളിത്തമുള്ളൂ. അതുകൊണ്ട് ഞാൻ പങ്കാളിത്തമാകുക. നിങ്ങളാരെയും എപ്പോഴും പോലീസിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഞാൻ ഇതിനെ സംസാരിച്ചിരുന്നു. ഞാൻ എന്റെ വാക്കിൽ അവസരിക്കുന്നു. നമസ്കാരം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന പോലീസ് ചീഫ് ആൻഡ് DGP രവീന്ദ്ര പ്രസാദ് ചന്ദ്രശേഖർ IPS, നമ്മുടെ കമ്മീഷണർ ഓഫ് പോലീസ് തിരുവനന്തപുരം സിറ്റി ഡോക്ടർ അരുൾ B കൃഷ്ണ, ഷഹൻഷാ IPS ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് തിരുവനന്തപുരം, പ്രിയപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രിയങ്കരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പാവങ്ങളുടെ വാഹനമായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാനായി ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് അത്യാവശ്യമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ അവൻ വിളിക്കുന്നത് ഓട്ടോറിക്ഷയാണ്. ഞാൻ ധാരാളം ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്. സത്യസന്ധതയോട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഒരിക്കൽ ഞാൻ ഓട്ടോറിക്ഷ കണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ബുക്ക്, 3-4 ബുക്കുകൾ എൻ്റെ ഉണ്ടായിരുന്നു, ചെറിയ കെട്ടായി. ആ ബുക്ക് ഓട്ടോറിക്ഷ വിൽക്കാനും വന്നു. ആ ഡ്രൈവർ എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ, പുസ്തകം പേനയെ ഏൽപ്പിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഏറ്റവും സന്തോഷകരമായ. ഞാൻ MLA ആണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. 82-ലാണ്, വളരെ പഴയ കാലമാണ്. അന്നൊക്കെ ഓട്ടോറിക്ഷയാണ്, ടാക്സി ഇല്ലാത്ത കാലമാണ്. ടാക്സി ഉണ്ട്, പക്ഷെ ടാക്സിയേക്കാൾ ആളുകൾക്ക് സൗകര്യം ഓട്ടോറിക്ഷയാണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അവർ വന്ന് എന്നെ എന്നെ കണ്ട് ഈ ഞാൻ വെച്ച് മറന്നുപോയ പുസ്തകത്തിട്ടും പേനയും ഒക്കെ തിരികെ തരുന്നു. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ, മറന്നുപോലുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യത്തിലൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വലിയ നേതൃത്വം കൊടുക്കാൻ കഴിയും. ഇതിപ്പോഴെല്ലാം കേരള ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ. കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. രാസലഹരി കൊണ്ട് കേരളം വീർപ്പ് മുട്ടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഇവർ കൂടുതലായി പിടിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ കുട്ടികൾ, അവരെ യാഥാർത്ഥ്യക്കൊണ്ടാണ് മയക്കുമരുന്ന് മാഫിയ എന്ന് പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് മിഠായിയുടെ രൂപത്തിലൊക്കെ ഇത് കൊടുക്കും. മിഠായി കണ്ടാൽ കുട്ടികൾ വാങ്ങിച്ച് കഴിക്കുമല്ലോ. കേരള പോലീസ് കാസർഗോഡ് പിടിച്ച ഒരു മിഠായി കമ്പനി റെയ്ഡ് ചെയ്തപ്പോൾ പിടിച്ചത് ലക്ഷക്കണക്കിന് വരുന്ന കൂൾ ലിപ്സ് എന്ന് പറയുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി. അത് മിഠായി അല്ല, അത് രാസലഹരിയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്താൽ പിന്നീട് ഇവർക്ക് എല്ലാ ദിവസവും ഇത് വേണമെന്ന് പറയും. അങ്ങനെ പടിപടിയായി ഇവർ രാസലഹരിയുടെ അടിമകളായി മാറുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ വശത്താക്കാൻ ലഹരി മാഫിയ വലിയ പദ്ധതിയാണ് രാജ്യത്തെത്തിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നിങ്ങൾക്ക് തന്നെ പോലീസിനെ ഈ കാര്യം അറിയിക്കാം. വാസ്തവത്തിൽ നിങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി അത് പോലീസിനെ അറിയിച്ചാൽ അത് ഈ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി
ഭാവി തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായി. ഇപ്പൊ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ഒരു ദിവസം കൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ഇപ്പൊ കേരളത്തിൽ ഒന്ന് അടങ്ങിയിരിക്കുക. അവർ കരുതുന്നത് ഇതൊരു ഗവൺമെന്റ് പുതുതായിട്ട് വന്നു, അവരുടെ ആദ്യത്തെ ആവേശമാണ്, ആരംഭ ശൂരത്വമാണ്, കുറച്ചു കഴിഞ്ഞാൽ നിർത്തും, അപ്പോൾ നമുക്ക് വീണ്ടും പണി ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഓപ്പറേഷൻ തുഫാൻ ലഹരി മാഫിയയുടെ നടത്താതെ നമ്മൾ അവസാനിപ്പിച്ചു. അതിനുവേണ്ടി DGPയുടെ നേതൃത്വത്തിൽ വലിയ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെ, മന്ത്രി വരെ ഉള്ള മുഴുവൻ ആളുകളും ഈ ഓപ്പറേഷനിൽ പങ്കാളികളാണ്. നമ്മുടെ ഭാവി തലമുറയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നമുക്ക് നിയന്ത്രിക്കണം. കേരളം അല്ലെങ്കിൽ വൻ നാശത്തിലേക്ക്. ഏറ്റവും കൂടുതൽ പിന്തുണ ഈ പദ്ധതിക്ക് ലഭിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാര്, അവരാണ് ഏറ്റവും വലിയ വേദന. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ മകനോ മകളോ ലഹരി ഉപയോഗിക്കുന്നത് ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് വരുന്ന കത്തുകൾ, നൂറുകണക്കിന് കത്തുകൾ, മെയിലുകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ, അവർ പറയുന്നത് ഇത് തുടങ്ങിയത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവാണ്, ഞങ്ങൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികളും ആവലാതികളും വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളോട് അവരെ അറിയിക്കുക. അപ്പൊ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ജോലിയുള്ളവരാണ്, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിന്റെ കണ്ണികളെ പറ്റി നിങ്ങൾക്ക് വിവരം ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തില്ല. ആരാണ് ഇതറിയിക്കുന്നതിന് പുറത്ത് പറയില്ല. ചില സ്ഥലങ്ങളിൽ ഞാൻ എറണാകുളം ചോദിച്ചു, ചില സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ദുരുപയോഗപ്പെടുത്താൻ ചില ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ എറണാകുളം കമ്മീഷണറോട് ചോദിച്ചു, വളരെ അവരുടെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓട്ടോറിക്ഷയിൽ ഇത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, നമുക്കറിയത്തില്ല എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും, അവരുടെ സഞ്ചി നമുക്ക് തപ്പാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ഈ വിവരം അറിയാൻ പറ്റും. അത് പോലീസിൽ അറിയിക്കണം. നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. നിങ്ങൾ വായിച്ചത് 1000 കോടി രൂപയുടെ വേതന സർക്കാർ വിധിച്ചു മുട്ടയുടെ രൂപത്തിലാണ്. 1000 കോടി രൂപയുടെ. കേരള പോലീസ് തന്നെ 70 കോടി രൂപയോളം ഈ മരുന്നുകൾ പിടിച്ചു. 1000 കോടി രൂപയുടെ വേതന സർക്കാരി ഗുളികകളാണ് കോഴിക്കോട് വെച്ച് പിടിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചെറുപ്പക്കാർക്ക് നൽകി അവരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ കമ്മീഷണർ പോലീസിനെ അഭിനന്ദിക്കുകയാണ്. ആരോടിക്കാൻ ഒരു ആശയം ഞാൻ വളരെ, കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഒരു ദിവസം ഏതായാലും 100 പേരോടെങ്കിലും അവര് ബന്ധപ്പെടാം, സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഓട്ടോറിക്ഷ കയറുന്നവർ, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വരുന്നവർ, ഇത്ര പേരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നു ഈ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഈ തുഫാൻ നമ്മുടെ നാടിനെ രക്ഷിക്കാനാണ്. ലഹരിയിൽ നിന്ന് മാറണം. ലഹരി ഒന്നിനും പരിഹാരമല്ല. വലിയ തോതിലുള്ള രീതിയിൽ നമ്മൾ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കും. എന്നോടൊപ്പം ഡൽഹിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തിന് നല്ല ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുക. അയാൾ പിന്നീട് ഞാൻ MP ആയിരുന്നു, കോട്ടയത്ത് നിന്ന് MP ആയിരുന്ന കാലത്ത് എന്നെ കാണാറുണ്ട്. എനിക്ക് മനസ്സിലായില്ല, വളരെ സുന്ദരനായ ചെറുപ്പക്കാരൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പേര് പറയുക, കോളേജിൽ പഠിക്കുകയാണ്. അയാൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ അയാൾ മുടിയെല്ലാം പൊഴിഞ്ഞ്, പല്ലെല്ലാം പൊഴിഞ്ഞ്, ഒരു അസ്ഥികൂടമായി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ആരാണ്. കുറേ കഴിയുമ്പോൾ സാർ എന്നോട് സാർ തന്നെ അറിയില്ലേ, ഞാൻ ഇന്ന കോളേജിൽ പഠിച്ചാൽ സാറോട് വന്നപ്പോൾ എന്നെ കണ്ടതാണ്, സാറിന് എന്നെ പരിചയമുണ്ട് എന്നെല്ലാം പറഞ്ഞ് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി സാറിന്? ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്, ഞാൻ മയക്കുമരുന്ന് അടിമയായി മാറി. എനിക്കിത് ജീവിതമില്ല, എൻ്റെ ജീവിതം നശിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു കുട്ടിയായി
അന്ന് അദ്ദേഹം MA ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. അയാളെ പിന്നീട് ഞാൻ ഒരു കേന്ദ്രത്തിലാക്കി ചികിത്സിപ്പിച്ച് താമസിച്ചു. വളരെ താമസിച്ചൊക്കെ ദ്രവിച്ച് മസ്തിഷ്കം തകർന്ന് ആ ചെറുപ്പക്കാരൻ ഭാവിയുള്ള ചെറുപ്പക്കാരൻ്റെ അവസ്ഥ കുറെ കാലം അദ്ദേഹം ജീവിച്ചിരുന്നു. അതെപ്പോഴും എൻ്റെ മനസ്സിലാ രൂപീകരിക്കും. ഞാൻ ആഭ്യന്തര മന്ത്രിയായിട്ടൊക്കെ ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഈ മയക്കുമരുന്ന് കഴിച്ച് എൻ്റെ ആ പഴയ സുഹൃത്തിനുണ്ടായ അനുഭവം ആ കേരളത്തിലെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വിദ്യാർത്ഥി ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രിയായിട്ടാണ് ക്ലീൻ ക്യാമ്പസ് സ്റ്റേറ്റ് ക്യാമ്പസ് എന്ന പദ്ധതി ആരംഭിച്ചത്. സ്കൂളുകളുടെ മുന്നിലുള്ള എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും നിർത്തലാക്കി ശക്തമായ നടപടികൾ സ്വീകരിച്ചു. കുറെ പ്രയോജനമുണ്ടായി. പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴേ അവസരം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ എല്ലാം കൂടി ആരംഭിച്ച് ഈ പദ്ധതി കയറാൻ. എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങളൊക്കെ രാവിലെ മുതൽ രാത്രി വരെ പാതിരാത്രി വരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ ഓടിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പോറ്റുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഈ അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഈ ലഹരി വിൽക്കുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ലഹരി കൊടുക്കുമോ? പലരും പറയില്ല. പിന്നെ നിങ്ങളെന്താ മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക? നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ മറ്റ് അയൽപക്കത്തുള്ള നിങ്ങളുടെ മറ്റു കുഞ്ഞുങ്ങൾ കഴിച്ചോട്ടെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഇത്ര ക്രൂരമാണിത്. അതുകൊണ്ട് നമുക്കിതിനെതിരെ പോരാടണം. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധം ജയിക്കണം. നമ്മൾ ജയിക്കും, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഈ നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നിങ്ങൾക്ക് ഞങ്ങളെ പോലീസിനെ സഹായിക്കാൻ പറ്റും. പോലീസ് നിങ്ങളുടെ എതിരാളികളല്ല, സുഹൃത്തുക്കളാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാക്കിയാണ് ധരിക്കുന്നത്, പോലീസ് കാക്കിയാണ് ധരിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സേവനമാണ്, രാജ്യത്തിന്റെ സേവനമാണ് പോലീസ് ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനാണ് പോലീസ്. എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് മടക്കമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമം പാലിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും അവർ നിങ്ങൾക്ക് എതിരല്ല. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും ജനങ്ങളെ സഹായിക്കാനുമാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് പോലീസിന്റെ പ്രവർത്തനത്തിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തുകയാണ്. അത് ഞാൻ പിന്നീട് പറയാം. വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പോലീസുകാരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ പഴയതുപോലെ മോശമായ ആളുകൾ പെരുമാറാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കലും നടപടി ഉണ്ടാകണം. പക്ഷേ അപ്പൊ നിങ്ങളും പോലീസും ധരിക്കുന്ന ട്രാഫിക് ഉപായമായതുകൊണ്ട് പോലീസിനെ പോലെ തന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാക്കിക്ക് വലിയ മഹത്വമുണ്ട്. സമൂഹത്തിന്റെ സേവനത്തിന്റെ മഹത്വമാണത്. അതുകൊണ്ട് പ്രവർത്തിക്കണം, പോലീസിനെ സഹായിക്കണം. ഈ മയക്കുമരുന്ന് പിടിക്കാനും അത്തരം വിൽക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാകണം. അനാവശ്യമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകും, അനാവശ്യമായി പോലീസ് ഒരിക്കലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഒരിക്കലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ സ്വാഭാവികമായി പോലീസ് നടപടി വരും. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കില്ല. നിങ്ങൾ പോലീസിന്റെ കൂട്ടുകാരാണ്, പോലീസിന്റെ ജോലിയിൽ സഹായിക്കേണ്ടവരാണ്. ഒരാളെ ഞങ്ങളുടെ ഇൻഫോമറാണ്. ഞാൻ ഇൻഫോമർ തന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാണ് പോലീസിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. തിരിച്ചു അതുപോലെ അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ എല്ലാ ഓട്ടോറിക്ഷയിലും നിങ്ങളുടേതായ ഈ പരസ്യം ശ്രമിക്കണം. ഈ ബാഡ്യ നിങ്ങളെ ധരിപ്പിക്കുന്നത് ബാഡ്യ ഒരു അഭിമാനമാണ്. ഞാൻ തുഫാൻ വാര്യർ, ആദ്യത്തെ തുഫാൻ വാര്യർ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാൽ അദ്ദേഹം സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നാർക്കോട്ടിക് ഈസ് ദ നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് ആണ് മോഹൻലാൽ പറഞ്ഞത്. അതിപ്പോഴും പ്രസക്തമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ സിനിമയിൽ പറഞ്ഞതാണ്. ഇപ്പോഴും പ്രസക്തമാണ്.
അതുകൊണ്ട് നമ്മൾ ആരും ആ ഡർട്ടി ബിസിനസ്സിൽ ഇല്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ്. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് ശ്രീ ജയകുമാർ. ഫോർത്ത് സബ് ഡിവിഷനിൽ നിന്നും ശ്രീ സുരേഷ്, ശ്രീമതി ശ്രീജ. ശംഖുമുഖം സബ് ഡിവിഷനിൽ നിന്നും ശ്രീ ഹാരിസ്. സൈബർ സിറ്റി സബ് ഡിവിഷനിൽ നിന്നും ശ്രീ ഉല്ലാസ് ബാബു. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് കേരള പോലീസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് ഈ രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഈ ഓപ്പറേഷന്റെ പഴുതടച്ചിട്ടുള്ള ആസൂത്രണവും അതിൽ നിൽക്കുന്ന നിർദ്ദേശങ്ങളും ഒന്ന് തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് കേരള പോലീസ് ടീമിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ഗൗഡ ആദർ ചന്ദ്രശേഖർ IPS സാറിനെ കേരള പോലീസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വിഷയമില്ലാത്ത റിവ്യൂ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അൽ ആദികൃഷ്ണൻ അവരുടെ കേരള പോലീസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഇവിടെ ബഹുമാനപ്പെട്ട അഭിനന്ദനങ്ങൾ പറഞ്ഞതുപോലെ ഒരേ യൂണിഫോമിലുള്ള സഹപ്രവർത്തകരായ ഓട്ടോ സഹപ്രവർത്തകരെ ഈ ഒരു സാമൂഹിക വിപത്തിന് ഒരുമിച്ച് കൈകോർത്ത് നിന്നാൽ മാത്രമേ ഇതിനെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് തച്ചു നീക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നതിനും ഒരായി നന്ദി പറഞ്ഞുകൊണ്ടും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരോടും ആത്മാർത്ഥമായി കേരള പോലീസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സ്റ്റിക്കറിൽ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ